KICR-ലെ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, ഞാൻ എത്ര പെട്ടെന്ന് ഉസ്താദ് എന്നെ വിളിക്കുമെന്ന ധാരണ ഇല്ലാതിരിക്കുകയായിരുന്നു. ഉസ്താദുമാരുടെയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയാം എന്ന നിലക്കാണ് ഇരുന്നിരുന്നത്. ഇങ്ങനെ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ര മാനസികമായി തയ്യാറായിരിക്കുകയല്ലായിരുന്നു. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഷേഖുന സൈനുദ്ദീൻ ഉസ്താദിന്റെ അനുസ്മരണത്തിലാണ് നാം ഉള്ളത്. വ്യാഴാഴ്ച രാവിലെ മുതൽ പറഞ്ഞും പറയാതെയും അറിഞ്ഞും കേട്ടും വായിച്ചുമൊക്കെ ബഹുമാനപ്പെട്ടവരെ നാം അനുസ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശബ്ദം കുറവുണ്ടോ? അവിടത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരാത്ത വിധം ആ വിടവിന് ശേഷം, വേർപാടിന് ശേഷം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ വായിക്കുമ്പോൾ, പലരിൽ നിന്നും പല അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എത്ര പറഞ്ഞാലും മതിവരാത്ത വിധം അവിടത്തെ കുറിച്ച് ഓരോരുത്തർക്കും പറയാൻ കഴിയും. ഇനിയും ബഹുമാനപ്പെട്ട പല ഉസ്താദുമാരും, ജിദ്ദയിൽ നിന്ന് കരീം ഫൈസി ഉസ്താദിന്റെ പ്രസംഗമുള്ളത് കൊണ്ട് സത്യത്തിൽ ഞാനിതിന് തയ്യാറായിട്ടില്ല. പിന്നെ അമീർ സാഹിബ് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ ഉസ്താദ് അനൗൺസ്മെന്റ് ചെയ്തപ്പോഴാണ് ഞാൻ മൈക്കെടുക്കാൻ മുന്നോട്ട് വന്നത്. അള്ളാഹു നമ്മളുടെ മഹാന്മാരെ കുറിച്ചുള്ള ഈ ഓർമ്മ സ്മരിക്കല്, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ചില വഴി വെളിച്ചം നൽകലും ഒരു ഇബാദത്തുമായി, ഒരു സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഷെയ്ഖുനയുടെ ആ ഒരു കുടുംബ പരമ്പര തന്നെ നേരത്തെ ഇവിടെ ചിലരൊക്കെ സൂചിപ്പിച്ച ചില ഭാഗങ്ങൾ, കുടുംബ പരമ്പരയിലേക്ക് തന്നെ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ കൊണ്ടോട്ടിയിലെ ചെറുശ്ശേരി കുടുംബം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ മലബാർ സമര കാലത്ത് കേരള മുസ്ലിങ്ങൾക്ക് ആവേശം നൽകിയ, അവർക്ക് നേതൃപരമായ പങ്കുവഹിച്ച ഒരു പ്രമുഖ കുടുംബമാണ് ചെറുശ്ശേരി കുടുംബം എന്ന് പറയുന്നത്. അതിൽ തന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ ആളുകളൊക്കെ പ്രശസ്തരായി ഇന്നും ചരിത്ര താളുകളിൽ എഴുതി വെക്കപ്പെട്ടവരാണ്. അപ്പം കുടുംബപരമായ വലിയ ഒരു പാരമ്പര്യം നമ്മുടെ മഹാനായ ഷെയ്ഖുനാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചിന്താർഹമായ കാര്യമാണ്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളീയ മുസ്ലിങ്ങളുടെ ദീനി തലപ്പത്ത്, അഥവാ വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ ഇസ്ലാമിന്റെ തനി രൂപം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ഒക്കെ ചരിത്രമെടുത്തു നോക്കിയാൽ വളരെ അടിവേരുള്ള ഒരു പരമ്പര അതിലുണ്ടാവും. കുടുംബപരമായി, അതുപോലെ ഉസ്താദിയത്തിലൂടെ പ്രവാചക ശൃംഖലയിലേക്ക് എത്തിപ്പെടുന്ന പരമ്പര ഇല്ലാത്ത ഒരവസ്ഥാവിശേഷം സമസ്തയുടെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പിതാവിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. പിതാവ് വലിയ പണ്ഡിതനായിരുന്നു. ഷെയ്ഖുന റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ സതീർത്ഥ്യനായിരുന്നു. അങ്ങനെ ഉസ്താദിൽ നിന്നാണ് പ്രഥമ പഠനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന നടത്തുന്നത്. നീണ്ട കാലയളവിൽ ഉസ്താദ് പിതാവിനൊപ്പം പഠിച്ചതിന് ശേഷമാണ് പിന്നെ മഞ്ചേരിയിലെ ദർസിലേക്കും അതുപോലെ ഉസ്താദിന്റെ ദർസിലേക്ക് ഉസ്താദ് പോകുന്നത്. പിതാവിന്റെ ചരിത്രം തന്നെ വളരെ ചിന്തോദ്ദീപകമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഉസ്താദ് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ, അദ്ദേഹം വളരെ സൂക്ഷ്മാലുവായി ഈ സമൂഹത്തിൽ ജീവിച്ച ഒരാളാണ്. വളരെ കൃത്യതയുള്ള, കൃത്യനിഷ്ഠയുള്ള ഉസ്താദിന്റെ ഒരു നേർപകർപ്പ് എന്നോണം ഇവിടെ ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന തന്റെ പിതാവ്.
പിതാവിന്റെ മരണരംഗത്തെക്കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹം മരിക്കുന്ന സന്ദർഭം, തൊട്ടടുത്ത് മരണാസന്നനായി കിടക്കുന്ന പിതാവിന്റെ പരിസരത്ത് നിൽക്കുന്ന മക്കളിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ സഹോദരൻ ഉസ്താദിനിങ്ങനെ തഹ്ലീല് ചൊല്ലിക്കൊടുക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കോളൂ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ തഹ്ലീൽ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നപ്പോ ബഹുമാനപ്പെട്ടവർ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പിതാവ് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞുവത്രേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് മൻ ഖാല ആഖിറ കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന എന്നാണ്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്, ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നൊന്നും ഇല്ല എന്ന് വളരെ ആത്മധൈര്യത്തോടുകൂടി മനക്കരുത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് മറുപടി പറഞ്ഞു എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പിതാവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഉസ്താദിനോട് പിന്നീട് തന്റെ മക്കൾ ചോദിക്കുകയാണ്, വല്ല ഇടപാടുകളും ബാക്കിയുണ്ടോ? ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കുടുംബനാഥനായി സമൂഹജീവിയായി സമൂഹത്തിൽ ജീവിച്ച ഒരു നേതൃനിരയിലൊക്കെ നിൽക്കുന്ന ഒരു പണ്ഡിതൻ ഇങ്ങനെ ജീവിച്ചു പോയപ്പോ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ ബാക്കിയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട പിതാവിനോട് മക്കൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരാളെയും ചീത്ത പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരാളോടും എനിക്ക് പൊരുത്തപ്പെടിക്കാനും ഇല്ല, ഒരാൾക്കും ഒരു നയാ പൈസയും കടം കൊടുക്കാനുമില്ല, പലരും എനിക്ക് തരാനുണ്ട്, അതെല്ലാം ഞാൻ മാപ്പാക്കിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് സധൈര്യം അള്ളാഹുവിന്റെ കോടതിയിലേക്കൊന്നും തന്നെ ബാക്കി വെച്ചിട്ടില്ല എന്നുള്ള ആത്മധൈര്യത്തോടുകൂടി മരണാസന്നനായി കിടക്കുന്ന പിതാവ് തന്റെ മക്കളോട് ഇത്ര ധൈര്യസമേതം പറയാൻ കെൽപ്പ് കാണിച്ച ഒരു പിതാവിന്റെ സീമന്ത പുത്രനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 20 വർഷത്തോളം അതിന് നേതൃരംഗത്ത് നിറഞ്ഞു നിന്ന ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന നാം ഇപ്പോൾ സ്മരിക്കപ്പെടുന്ന, ലോകമൊട്ടുക്കും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളി മക്കൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ചെറുശ്ശേരി ഉസ്താദിനെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവിടുത്തെ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വോയിസ് മെസ്സേജിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും സത്യത്തിൽ ലോകം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലോകം തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ന്യായം എന്തെന്ന് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യമില്ലാത്തവരായി പോയി എന്നേ അതിനെക്കുറിച്ച് ഞാൻ ചെറിയ തോതിൽ സൂചിപ്പിക്കുന്നുള്ളൂ. എന്താണ് ഈ കേൾക്കുന്നത്? ബഹുമാനപ്പെട്ട ഉസ്താദിന് ശംസുൽ ഉലമയെ കുറിച്ച് നെഗറ്റീവായ ചിന്തയുണ്ടായിരുന്നു എന്ന് മരിച്ചതിന് ശേഷം അത് പുലമ്പാൻ ധൈര്യം കാട്ടിയ ഏതൊരു നാവുണ്ടോ അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന നാവുകളാണ്. അതൊക്കെ എഴുതിത്തള്ളേണ്ടതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം ഫിത്നകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ പ്രയാണം പിന്നീട് നമുക്കറിയാം. ഈ വന്യ പിതാവിനോട്, തന്റെ പിതാവിനോട് ഉസ്താദ് മഞ്ചേരി ദർസിൽ നിന്ന് വന്നതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൂട്ടുകാരായ ആളുകളൊക്കെ വാക്കിയാത്തിലേക്ക് പോകുന്നുണ്ട്, എനിക്കും അവിടെ പോകണം, ഒരു സനദ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ശൈഖുന തന്റെ പിതാവിനോട് ആവശ്യപ്പെടുന്ന ഒരു രംഗം. ഈ സമയം നമ്മൾ ഓർത്തു പോകുന്നത്, ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബുദ്ധി വൈഭവവും അവിടുത്തെ നിപുണതയും അവിടുത്തെ ഖുർആൻ വ്യാഖ്യാനം മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും കെൽപ്പുമൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്.
ലമ്മാ റഅ ദക്കാഅഹു, അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവത്തെ കണ്ട് അറിയാൻ സാധിച്ചപ്പോ മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. ഇബ്നു അബ്ബാസിന് നീ ഫിഖ്ഹിനെ പഠിപ്പിച്ചു കൊടുക്കണം, അഥവാ കർമ്മശാസ്ത്രത്തിൽ നിപുണത ഉണ്ടാക്കണം, കർമ്മശാസ്ത്രത്തിലുള്ള അറിവിനെ പഠിപ്പിച്ചു കൊടുക്കണം, ദീനിലുള്ള കർമ്മശാസ്ത്ര അറിവിനെ അറിയിച്ചു കൊടുക്കണം. അതുപോലെ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് നൽകണം എന്ന ഒരു പ്രാർത്ഥന. ഇതിനെ ഉദ്യോതിപ്പിക്കും വിധമാണ് മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദിനോട് തന്റെ പിതാവ് ബാക്കിയാത്തിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി, അവിടെയൊക്കെ പോകുന്നവർ നീ അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല, അവിടെയൊക്കെ പോകുന്നവർ കുറച്ചു കാലം കഴിഞ്ഞാൽ തന്റെ അടുത്ത് ഇങ്ങോട്ട് വരുമെന്ന് ബഹുമാനപ്പെട്ട തന്റെ ഗുരുവും പിതാവുമായ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ മകനോട് പറയുന്ന ആ ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ ബന്ധമുണ്ട്. അവിടെ പ്രാർത്ഥനാ നിർഭരമായ ഒരു പിതാവ് തന്റെ മകനോട് പറയുകയാണ്, നീ അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല, നിനക്ക് അതൊക്കെയും കൈവരിക്കാൻ, അവർക്കൊക്കെയും തദ്രീസ് നൽകാൻ, തദ്രീബ് നൽകാൻ, തർബിയത്ത് നൽകാനുള്ള കഴിവ് നിനക്ക് അള്ളാഹു തരും എന്ന് പ്രാർത്ഥനാ നിർഭരമായി ഒരു പിതാവ് മകനോട് പറയുകയാണ്. ഇവിടെയൊക്കെയാണ് ഉസ്താദിന്റെ ആ ഒരു പരമ്പരയുടെ വിഷയം പറയുവാനാണ് ഞാനിത് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഫിഖ്ഹിൽ അഗാധ നൈപുണ്യമുള്ള, ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും, അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് അപ്പുറത്ത് അതിലെ ഡ്യൂപ്ലിക്കേറ്റായി നിൽക്കുന്നവരായാലും അല്ലാത്ത വിദഈ കക്ഷികൾക്ക് പോലും ഫിഖ്ഹിന്റെ വിഷയത്തിൽ ചെറുശ്ശേരി ഉസ്താദ് എന്ത് പറയുന്നു എന്ന് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതൊക്കെ വാദത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ നിഷേധിച്ചാൽ അത് നമ്മുടെ വിഷയമല്ല, അത് നമ്മുടെ പ്രശ്നമല്ല. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പലരും ഉസ്താദിന്റെ ആ ഫിഖ്ഹി നിപുണതയെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുല്ലുലമയുടെയും ഒക്കെ കാലഘട്ടത്തിൽ തന്നെ പ്രായാധിക്യം വന്ന സമയത്ത് ഉസ്താദിനെയായിരുന്നു പല കാര്യങ്ങൾക്കും പറഞ്ഞയച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ പലരും പറഞ്ഞ് നമുക്ക് ആ വിവരം ഉള്ളതാണല്ലോ. അതുപോലെ തന്നെ ഈ ചമ്മാട് ഉസ്താദ് ദർസ് നടത്തുമ്പോ ഫിഖ്ഹിന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോ നാട്ടിലുള്ള ഉമറാക്കളും ഉലമാക്കളും ഒക്കെ കൂടുന്ന മഹല്ല് ഭാരവാഹികളും മറ്റുമൊക്കെ പറയുക, അത് ചമ്മാട്ടേക്കൊന്നാണ് ബസ് കയറുക എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ചെറുശ്ശേരി ഉസ്താദിന്റെ ദർസ് ആ രണ്ടാം ഘട്ടത്തിലുള്ള ചമ്മാട്ടിലേക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ യുവാപുട്ടി ഹാജിയുടെ നിർദ്ദേശപ്രകാരം ദർസ് തുടങ്ങിയപ്പോൾ ആ ദർസിന്റെ ആ കേന്ദ്രം അത് സുന്നി കേരളത്തിന്റെ ഫിഖ്ഹിന്റെ അവസാനത്തെ വാക്കായി മാറുകയായിരുന്നു. അവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതെല്ലാം വളരെ ചെറിയ ലാഘവത്തോടെ കണ്ട് ഉസ്താദ് അതിന് പ്രതിവിധി കൽപ്പിക്കുന്ന രംഗങ്ങളൊക്കെ തന്റെ ശിഷ്യഗണങ്ങളായ പല ആളുകളും എഴുതി വെച്ചതായിട്ടൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നീട്ടി പരത്തി പറയുന്ന ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഉസ്താദിന്റെ നർമ്മത്തെക്കുറിച്ച് ഇവിടെ പലരും പറയുകയുണ്ടായി. ഉസ്താദ് നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് മറുപടി പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും, എന്താ ഒരു യാതൊരു മാന്യതയും ഇല്ലാത്ത മറുപടിയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ ഉസ്താദ് പ്രതികരിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. അത് ഉസ്താദിന്റെ ഒരു ശൈലി തന്നെയാണ്. അതിൽ അകത്തൊന്നുമില്ലാതെ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പ്രതികരിക്കുന്ന അവസ്ഥ. ഞാനത് പറഞ്ഞില്ലേ, നീ അത് കേട്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന അതേപോലെ ശിഷ്യഗണങ്ങളോട് പറയുന്ന ഒരു രംഗം തന്റെ ശിഷ്യഗണങ്ങളിൽ ഒരാൾ എഴുതി വെച്ചത് ഞാൻ വായിച്ചു അത് ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, തസവ്വജുൽ വദൂദൽ വലൂദ് എന്ന് പറയുന്ന ഹദീസിനെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ നമ്മുടെ ഇന്ന് പ്രഗത്ഭനായ ഹുദവികളുടെ കൂട്ടത്തിലെ സമർത്ഥനായ അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സുബൈർ ഹുദവി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. സുബൈർ ഹുദവി ചോദിച്ചു അത്രേ, തസവ്വജുൽ വദൂദൽ വലൂദ്, അധികം സ്നേഹിക്കുന്നവരെയും അധികം പ്രസവിക്കുന്നയും പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ളവളെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നല്ലേ
പ്രവാചകൻ പറഞ്ഞത്, അപ്പോൾ അധികം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് പ്രേമിച്ചു നോക്കിക്കൂടെ എന്നൊരു തമാശ രൂപത്തിൽ ചെറുശ്ശേരി ഉസ്താദിനോട് ചേകന്നൂർ സുബൈർ ഹുദവി പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രതികരിച്ചു അത്രേ, എങ്കിൽ വലൂദ് എന്നും അതിന്റെ ശേഷമുണ്ടല്ലോ, വലൂദ് എന്ന ഒരു പദവും കൂടി അതിന്റെ അപ്പുറത്തുണ്ടല്ലോ, നല്ലോണം പ്രസവിക്കുന്നവളാണെന്ന് അറിയാൻ എന്നാലൊന്ന് ടെസ്റ്റ് ചെയ്തു കൂടെ എന്ന് ഒരു തമാശ പറഞ്ഞപ്പോൾ എല്ലാവരും ആ ക്ലാസ്സിൽ ആ നർമ്മം കേട്ട് സന്തോഷത്തോടുകൂടി ചിരിച്ച്, അതിനുശേഷം അതൊരു അദബുകേടായി പോകുമോ എന്ന് പേടിച്ച നമ്മുടെ സുബൈർ ഹുദവി തിരിച്ചു ചോദിക്കുകയാണ്, അത് ഉസ്താദെ കുടുംബം നോക്കിയാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് തിരിച്ചു പറയുന്നു, ഇതും അതുപോലെ കുടുംബം നോക്കിയാൽ അറിയാം, അതിനും ആദ്യം ഒന്ന് പരിശോധന നടത്തുകയൊന്നും വേണ്ട എന്ന് കുട്ടികൾക്ക് വളരെ നർമ്മത്തിൽ ചാലിച്ച രീതിയിൽ. അങ്ങനെ വേറെയും 1, 2, 3 അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒരു തമാശ പറഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് എന്റെ ഈ വാക്കുകൾ തന്നെ അദബുകേടായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഉസ്താദിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു സന്ദർഭമല്ല. പ്രാർത്ഥനാ നിർഭരമായി ഉസ്താദിനെ ഓർത്തുകൊണ്ട്, ഉസ്താദിനെ സ്മരിച്ചുകൊണ്ട് അവിടേക്ക് ഒരുപാട് പ്രാർത്ഥനകൾ നൽകുവാനാണ് നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടത്. എന്റെ വഴിയെ ഇനിയും ഉസ്താദുമാർ സംസാരിക്കാനുണ്ട്. ഉസ്താദിന്റെ ദർസി കാലഘട്ടം നമുക്ക് കണക്ക് കൂട്ടിയാൽ അറിയാം. 20 വർഷം കൊടങ്ങാട് ജുമുഅത്ത് പള്ളിയിലെ ദർസും 18 വർഷം ചമ്മാട്ട് ദർസും പിന്നീട് 20 വർഷത്തോളം ദാറുൽ ഹുദയിലും തദ്രീസ് നടത്തിയിട്ടാണ്, തഅലീം നടത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞത്. 58 വർഷത്തോളം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദീനീ ഉലൂമുമായി ബന്ധപ്പെട്ട് അത് ചറുവണം തന്റെ മുമ്പിൽ വരുന്ന ശിഷ്യഗണങ്ങൾക്ക് ഓതിക്കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത് ഈ മരണത്തിന്റെ ആ ദിവസം പോലും അന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഷാഫി ഹാജിയുടെയും അതുപോലെ ബഹാവുദ്ദീൻ ഉസ്താദിന്റെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ലോകശൈലായിരിക്കുന്ന ആ ഇടയിൽ നാട്ടിൽ നിന്ന് വരുന്നതിന് തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ, അഥവാ ബഹാവുദ്ദീൻ ഉസ്താദിനെയും ദഹ്റുദ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി. ആ സന്ദർഭത്തിൽ ഉസ്താദിന്റെ റൂമിലിരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അന്ന് രാവിലെ 3 മണിക്കൂർ നേരം ശിഷ്യഗണങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് ഏതോ ഒരു മഹലിന്റെയോ മറ്റോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ഇടതുഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു തളർച്ച വന്ന് വരികയും അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ അവസാന നിമിഷം വരെയും തദ്രീസിലായി തർബിയത്തിലായിട്ട് കഴിയാനുള്ള ഒരു സൗഭാഗ്യം, അത് ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ട് നമുക്ക് കാണണം. അവരൊക്കെ അവരുടെ ജീവിതം ഇവിടെ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്കറിയാം, ഈ ഒരു ബിരുദാനന്തര ബിരുദമോ ഒന്നും എടുക്കാത്ത, ഒരു ഷഹാദ പോലുമില്ലാത്ത ഒരു പണ്ഡിതൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉമ്മത്ത് മുസ്ലിമക്ക് മുഴുവനും നേതൃത്വം വഹിക്കാനുള്ള സൗഭാഗ്യമുണ്ടാവുകയും അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന് ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട വാർത്താ മീഡിയകളൊക്കെയും പറഞ്ഞ ഉസ്താദിന്റെ ഭരണ വാർത്ത പറയുമ്പോഴൊക്കെയും അവർ പറയുന്നത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ മതസംഘടന എന്ന് അവരൊക്കെയും സർട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നായകനായി, അതിന്റെ മുഖ്യ കണ്ണിയായി, അതിന്റെ അമീനുൽ ആമായി, അതിന്റെ സെക്രട്ടറി ആയിട്ട് നിലനിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് ഉസ്താദിന്റെ ആ വിനയത്തിന്റെ താഴ്മയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം വിചാരിക്കാത്ത രീതിയിൽ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിനയമുള്ളവർക്കേ വളർച്ചയുള്ളൂ, വിനയമുള്ളവർക്കേ ഉയർച്ചയുള്ളൂ, വിനയമുള്ളവർക്കേ തെളിർത്ത് വളരാൻ ബറക്കത്തോടെ വളരാൻ കഴിയുകയുള്ളൂ. അകത്ത് അഹന്തയുടെ അഹങ്കാരത്തിന്റെ എന്തെങ്കിലുമൊക്കെ പുൽക്കൊടികൾ ഉള്ളിൽ കടന്നുകൂടിയ ആളുകൾക്ക് ഒരിക്കലും വളരാൻ കഴിയുകയില്ല. വളർച്ച എന്ന് പറഞ്ഞാൽ അത് ജാടകളല്ല, വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഗോഷ്ഠികളല്ല, വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഒച്ചപ്പാടും ബഹളവുമല്ല. അതെന്ന് പറഞ്ഞാൽ ആവശ്യമായിടത്ത് ആവശ്യമായ വിധം ആവശ്യമായ കാര്യങ്ങളെ സമൂഹത്തിന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് അവരെ സത്യത്തിന്റെ വഴിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോവാനുള്ള ഒരു മുത്തഖീങ്ങളുടെ ഇമാമാവാനുള്ള, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്കുള്ള ഇമാമായിട്ട് നിലനിൽക്കാനുള്ള ഒരു വാക്യമുണ്ടാവുക എന്നത് അതാണ് വിനയം കൊണ്ട് കൈമുതലാക്കാൻ സാധിക്കുന്നത്. മറ്റു പല
ജാടകളും നമുക്ക് കണ്ടേക്കാം. നമ്മുടെ മുമ്പിൽ പല ജാടകളും നമ്മൾ ഉണ്ടായേക്കാം. പക്ഷേ അതിലൊക്കെയും ഉപരി വിനയം ഉള്ളവർ, അത് യഥാർത്ഥ ഇൽമു ഉള്ളവർക്കേ ആ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതാണ് ഖുർആനിലെ ആടവിന്റെ മർമ്മം തൊട്ടറിഞ്ഞവർ, ആ മർമ്മം തൊട്ടറിഞ്ഞവർക്ക് ഉയരാൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആദ്യം ഓതിവെച്ചത്. അതിന്റെ തഫാസീറുകളും ഒക്കെ നമ്മൾ പരിനോക്കിയാൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് അർത്ഥതലങ്ങളിലേക്കും നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്ന ഒരു ആയത്താണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിലുള്ള സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിജ്ഞാനമുடைய ആളുകളെയും അല്ലാഹു ഉയർത്തും. ദറജാത്ത്, പദവികൾ, അവരുടെ പദവികളെ വ്യത്യസ്ത പദവികളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോകും. അതിന് ഇൽമിന്റെ യഥാർത്ഥ ഇൽമിന്റെ വഴിയിലൂടെ ആയിരിക്കണം. ഞാനും ആലിമാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാനും വിനയമുള്ളവനാണെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാൻ വലിയ വിനയത്തിന്റെ ഉടമയാണെന്ന് സ്വയം അഭിനയിച്ചതുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. അത് അകം തൊട്ടറിഞ്ഞുകൊണ്ട് ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ടുന്ന താഴ്മയുടെ അടയാളങ്ങൾ. ആ താഴ്മ ഉണ്ടാകുമ്പോഴാണ് അറിവ് എത്തിപ്പെടാൻ സാധിക്കുക. അറിവ് എത്തിപ്പെടുമ്പോഴാണ് അള്ളാഹു അവർക്ക് ഏറ്റവും വലിയ ഖൈർ ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരുത്തനെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരുത്തനിക്ക് അള്ളാഹു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, അവനെ ഖൈറിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, യുഫഖിഹു ഫിദ്ദീൻ, അവനെ ദീനിൽ പണ്ഡിതനാക്കും. ഈ ഖൈറിന് ഒരുപാട് അർത്ഥമുണ്ട്. ഈ ഖൈറിന് പ്രവിശാലമായ അർത്ഥമുണ്ട്. ഖൈർ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഖൈറല്ലല്ലോ. താൽക്കാലികമായ ഒരു ഖൈറിന്റെ പിന്നാലെ ബുദ്ധിമാനിയായ ഒരാൾ സഞ്ചരിക്കില്ലല്ലോ. ബുദ്ധിമാനിയായ ഒരാൾ സഞ്ചരിക്കുക എന്തിന്റെ പിന്നാലെയാ? നിലനിൽക്കുന്ന, അനന്തമായി നിലനിൽക്കുന്ന, കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, തനിക്ക് അത്യാവശ്യമായ ഘട്ടത്തിൽ തന്നെ പിന്തിരിയാത്ത ഖൈറിന്റെ പിന്നാലെയാണ് ഒരു ബുദ്ധിമാനിയായ ആൾ പോവുക. അതാണ് ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവൻ. അവൻ ഖൈറിന്റെ വഴിയില. അവന് ഖൈറുണ്ടാകും. എന്താ? അവന് ഒരു ഭൗതിക ലോകത്തെ ഒരു ഷഹാദ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് തന്റെ ആ സർട്ടിഫിക്കറ്റ് തന്റെ മേശയിൽ വെച്ച് ഭദ്രമായി അടുക്കി വെക്കാം. ഈ ഭൗതിക ലോകത്തെ എന്തെങ്കിലും ജോലികൾ സാധിച്ചെടുക്കാം. ഈ ഭൗതിക ലോകത്തെ ഷഹാദകളൊക്കെയും നമുക്ക് ഭൗതിക ലോകത്തേക്ക് ഒരു പക്ഷേ നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഭൗതികമായ തലങ്ങളിലേക്ക് എത്തിപ്പെടാൻ, ഭൗതികമായ തലങ്ങളിലേക്ക് പലതും നേടിയെടുക്കാൻ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. പക്ഷേ ആത്മീയ ജ്ഞാനം വഹിച്ച ഒരു സർട്ടിഫിക്കറ്റ് പോലും അല്ലെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് ഒരു ഷഹാദ പോലും കൈവരിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു പണ്ഡിത പ്രതിഭ, അദ്ദേഹം ഈ ഭൂലോകത്ത് മുഴുവൻ ജനങ്ങൾക്കും നന്മ വിതറിക്കൊണ്ട്, അറിവ്, ആത്മീയത സപ്ലൈ ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. ജീവിച്ചതിന് ശേഷം അദ്ദേഹം താൽക്കാലികമായ ഒരു ഖൈറിന് വേണ്ടിയല്ല, പാരത്രിക ലോകത്ത് ഖൈറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ മുതൽ ഈ നിമിഷം വരെ കമ്പിയിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ സാധുവായ ഞാനിൽ സംസാരിക്കുന്നു. തൊട്ടുമുമ്പ് പ്രഗത്ഭരായ നൂർ ഫൈസി ഉസ്താദിനെ പോലെ, തങ്ങളെപ്പോലെ, സലാം ബാക്കവിയെ പോലെ, അങ്ങനെ സൽമാൻ അസ്ഹരിയെ പോലെ ഉള്ള പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ സംസാരിക്കുന്നു. ഇനിയും ഒട്ടനവധി പണ്ഡിതന്മാർ സംസാരിക്കാനിരിക്കുന്നു. അവിടത്തെ ഇങ്ങനെ മുദാക്കറ ചെയ്യുകയാണ്. അവർ അതിനിടയിലൂടെ പ്രാർത്ഥനാ വചനങ്ങൾ മന്ത്രിക്കുകയാണ്. ഇതൊക്കെയും ദാറുൽഹുദയുടെ താൻ നട്ടു വളർത്തിയ മക്കളുടെ മുമ്പിൽ ആ സ്ഥാപനത്തിന്റെ ക്യാമ്പസിന് മുറ്റത്തുള്ള തന്റെ സതീർത്ഥ്യനായ തന്നെ ചമ്മാട് ഭാഗത്തേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോയ, ചമ്മാട് ഭാഗത്തേക്ക് തന്റെ ശ്രദ്ധ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ യു വാപ്പത്തി ഹാജിയുടെ ചാരത്ത് അവിടെ ഒരു ഇടം നൽകി അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ വ്യാഴാഴ്ച മരണപ്പെട്ടത് മുതൽ ഖുർആനിന്റെ പാരായണം ലോകമൊട്ടൊക്കെ നടക്കുന്നു. അതിനുശേഷം
ഖബർ ഷരീഫിലേക്ക് പോയതിനു ശേഷവും ബഹുമാനപ്പെട്ട ഉസ്താദിന് ഖൈറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സമയം വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം. ഉസ്താദിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചാൽ പലതും സംസാരിച്ചു പോകും. അള്ളാഹു നമ്മുടെ ഈ സംസാരവും ഈ സംഭാഷണങ്ങളുമൊക്കെ ഉസ്താദിന്റെ ആ ലോകത്തോളം വളർന്ന ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊണ്ടാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനെ അള്ളാഹു ഖൈറിലാക്കി എന്നതിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി നമ്മൾ കാണണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ പാരമ്പരിക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ആ വഴിയിൽ ആ പ്രസ്ഥാനത്തിന്റെ ഒരു എളിയ മുഹിബായി ഹാദിമായി ജീവിച്ചുകൊണ്ട് നമുക്കും അവരുടെ പോലെ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള സകല സൗഭാഗ്യങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.